ഹലോ എവരി വൺ, ദ ഫാർ പോസ്റ്റ് പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ആദ്യത്തെ എപ്പിസോഡാണ്. നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ഉടനീളം സംസാരിക്കാൻ പോകുന്നത് യൂറോപ്യൻ ഫുട്ബോളിനെ കുറിച്ചും, അതേപോലെ മെയിൻലി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിനെ കുറിച്ചും, അതിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജൂൺ 16 നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കുകയായിരുന്നു. ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം ഒരു പരിമിതമായിട്ടുള്ള ഒരു സമയത്തിൽ, അതായത് ജൂൺ 1 തൊട്ട് 10 വരെ ഒരു ചെറിയൊരു വിൻഡോ പീരീഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം 10-ന് വിൻഡോ ക്ലോസ് ചെയ്തു. 16-ാം തീയതി അത് വീണ്ടും റീ ഓപ്പൺ ചെയ്തു. ഇനി സെപ്റ്റംബർ 1 വരെ വിൻഡോ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും യൂറോപ്പിലെ തന്നെ മറ്റ് ടോപ്പായിട്ടുള്ള ലീഗുകളിലെല്ലാം ഈ ഒരു സമയപരിധിയിലാണ് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കുക. അപ്പം നമ്മൾ ഇന്ന് മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിനെ കുറിച്ചും, ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബിന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, റൂബൻ അമോറിമിന്റെ പ്ലാൻ എന്താണ്, മാനേജ്മെന്റിന്റെ പ്ലാൻ എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളും വരുന്ന ന്യൂസുകൾ, ഇതിനെക്കുറിച്ചെല്ലാം ഇപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ സീസൺ യുണൈറ്റഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം സീസണുകളിൽ ഒന്നായിരുന്നു. റെലഗേഷൻ ആവില്ലെങ്കിലും പക്ഷെ അതിനേക്കാളും നാണം കെട്ട ഒരു സീസണാണ് ഈ ഒരു സമീപകാലത്ത് യുണൈറ്റഡ് നേരിട്ട ഏറ്റവും മോശം സീസണുകളിൽ ഒന്ന്. അപ്പൊ അതില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാളെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രം കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. ഒന്നാമത് മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളുണ്ട്, പ്ലേയേഴ്സിന്റെ പ്രശ്നമുണ്ട്, മാനേജറുടെ ഭാഗത്തുനിന്ന് നമ്മളിപ്പോൾ റൂബൻ അമോറിമിനെ മൊത്തത്തിൽ കുറ്റവിമുക്തനാക്കാനും പറ്റില്ല, പുള്ളിയുടെയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിയോസ് യുണൈറ്റഡിന്റെ ഫുട്ബോൾ മാനേജ്മെന്റ് സൈഡ് ഏറ്റെടുക്കുകയാണ് 2024 സമ്മർ വിൻഡോ. അതായത് 2024 ഫെബ്രുവരിയിൽ അവര് ഫുട്ബോൾ, അതായത് ഗ്ലേസേഴ്സിൽ നിന്ന് 25% ഷെയർസ് വാങ്ങുകയും അതിൽ ഫുട്ബോൾ മാനേജ്മെന്റ് കംപ്ലീറ്റ്ലി അവർ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് തീരുമാനം എടുക്കുകയും ചെയ്യാണ്. അപ്പൊ അതിനുശേഷം അവർക്ക് കിട്ടുന്ന ആദ്യത്തെ വിൻഡോയിൽ തന്നെ എന്താ പ്രശ്നം പറ്റിയതെന്ന് പറഞ്ഞാൽ, ടെൻഹാഗ് മോശമായിട്ട് സ്ക്വാഡിന് ബിൽഡ് ചെയ്ത രീതി മോശമായിരുന്നു. വാങ്ങിച്ച പ്ലേയേഴ്സ് പലരും യുണൈറ്റഡിന്റെ ഒരു ക്വാളിറ്റിക്ക് പറ്റിയ പ്ലേയേഴ്സ് ആയിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് FA കപ്പ് ജയിച്ചത് കൊണ്ട് മാത്രം ഫാൻസ് ടെൻഹാഗിനെ ബാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു മറ്റൊരു കാരണം. ഇനിയോസിന് സത്യത്തില് ടെൻഹാഗിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പകല് പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, അവര് യൂഷ്വലായിട്ടും ഡിസേർബി ആയിട്ടും എല്ലാം ടോക്സ് നടത്തിയിരുന്നു. അപ്പോൾ ടെൻഹാഗില് ഫുള്ളായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സാഹചര്യത്തിൽ ടെൻഹാഗിനെ വെച്ച് തന്നെ തുടരാൻ തീരുമാനിക്കുന്നു. അതിനപ്പുറം അദ്ദേഹത്തെ നല്ല രീതിയിൽ ബാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതാണ് മറ്റൊരു പ്രശ്നം. ആ ഒരു സമയത്ത് ആൾക്ക് വേണ്ട പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നു. സെർച്ചി ആണേലും അതേപോലെ ബാക്കിയുള്ള ആ ഒരു വിൻഡോയിൽ സൈൻ ചെയ്ത പ്ലേയേഴ്സ്, ഡിലൈറ്റ് ആണേലും മെസ്റോവി ആണേലും ഇവരെല്ലാം നല്ല പ്ലേയേഴ്സാണ്, അല്ലാന്നല്ല. പക്ഷെ ടെൻഹാഗിനെ ബാക്ക് ചെയ്യുന്നു. ഇവിടെ തന്നെ ന്യൂസിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, അവർക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല അവർക്ക് എന്താ വേണ്ടതെന്നുള്ള. കാരണം ടെൻഹാഗിനെ വെച്ച് തുടരണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമില്ലാത്ത പോലെയാണ് ആ ഒരു സമ്മർ വിൻഡോയിൽ മൊത്തത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്തുനിന്ന് വീണ്ടും ടെൻഹാഗിന് ഒരുപാട് ബാക്ക് ചെയ്യുന്നു. അപ്പൊ തന്നെ മനസ്സിലാവുന്നു കളി കുറച്ച് മോശമാകുമ്പോഴേക്കും ടെൻഹാഗിനെ സാക്ക് ചെയ്യുന്നു. ടെൻഹാഗ് കളിച്ചുകൊണ്ടിരുന്ന സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ സൈൻ ചെയ്ത പ്ലേയേഴ്സ്, അവര് ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിരിക്കുന്നതെന്ന് വയ്ക്കാം. അതിന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കളിക്കുന്ന റൂബൻ അമോറിമിനെ മിഡ് സീസൺ സൈൻ ചെയ്യുന്നു. റൂബൻ അമോറിം ന്യൂസിനോട് ആവശ്യപ്പെട്ടതാണ് ഇത് അടുത്ത സീസൺ തൊട്ട് ചാർജ് ഏറ്റെടുക്കുക എന്നുള്ളത്. പക്ഷെ ഒരു നൗ ഓർ നെവർ സിറ്റുവേഷൻ റൂബൻ അമോറിമിന്റെ മുന്നത്തിൽ വെക്കുകയും അദ്ദേഹത്തിന് യുണൈറ്റഡ് പോലൊരു ക്ലബിനെ മാനേജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വിട്ടുകളയാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഈ ജോബ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇവിടുന്ന് റൂബൻ അമോറിമിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആദ്യത്തെ 3 മാച്ച്
ജയിച്ചു കഴിഞ്ഞിട്ടുള്ള, അതായത് 3 മാച്ച് ജയിച്ചതല്ല, ഇപ്സിച്ചായിട്ട് ഡ്രോ ആയിരുന്നു. പിന്നുള്ള 2 മാച്ച് ജയിച്ചു കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി വരാൻ പോകുന്നത് മോശമായിട്ടുള്ളൊരു കാലഘട്ടമാണ്, അതായത് സഫറിങ്സ് ആണ് നമ്മൾക്ക് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതില് ഭയങ്കര തന്ത്രശാലിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു കാര്യം ഇതിലൂടെ ചെയ്യാൻ പറ്റി. ഇത് എത്ര മാച്ചസ് നമ്മൾ തോൽക്കുകയാണേലും ഫാൻസിന്റെ മനസ്സിലൊരു കാര്യം ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. എന്ത്, റൂബൻ അമോറിം ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ സഫർ ചെയ്യാൻ പോകുന്നു എന്നുള്ള. അദ്ദേഹം ചിലപ്പോൾ സത്യസന്ധമായിട്ടുള്ള പറഞ്ഞൊരു കാര്യമായിരിക്കും, പക്ഷെ അദ്ദേഹം അത് കറക്റ്റ് സമയത്ത് അത് പറഞ്ഞത് കൊണ്ട് തന്നെ ആൾക്ക് ആ ഒരു സീസൺ മൊത്തത്തിൽ ഫാൻസിന്റെ ഭാഗത്തുനിന്നും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും എല്ലാവരും ലെറ്റ് ഓഫ് പോലെ കിട്ടി. അതങ്ങ് എഴുതി കളഞ്ഞ പോലെയായിരുന്നു. അപ്പൊ കഴിഞ്ഞ സീസണിലെ റിസൾട്ടുകൾ അധികം ആരെയും മെന്റലി ഒരുപാട് പേരെ ബാധിച്ചെങ്കിലും നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്ത പോലെയായിരുന്നു എല്ലാവരുടെയും പെരുമാറ്റവും. റൂബൻ അമോറിമിന് ടൈം കൊടുക്കണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് സാക്കിയാണെന്നുള്ളത്. അതൊന്നും നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നില്ല. ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്കത് ആ ഒരു ഇതുകൂടെ എടുത്ത് ചർച്ച ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ പ്ലേയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ളൊരു ക്ലബിന് വേണ്ടി കളിക്കുമ്പോൾ പ്ലേയേഴ്സിന് ഒരുപാട് സമ്മർദ്ദമാണ്. കാരണം എന്താ പറയാ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് 28 വർഷം, അതായത് സർ അലക്സ് ഫെർഗൂസന്റെ 28 വർഷത്തിൽ ഭൂരിഭാഗ സമയം നമ്മളായിരുന്നു ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ അജാതി ഡോമിനേഷൻ. അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പറുകൾക്കും ബാക്കിയുള്ള റൈവൽ ഫാൻസിനും എല്ലാവർക്കും യുണൈറ്റഡിന്റെ പതനം കാണുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി അവർ തിരിച്ചു വരരുത്. യുണൈറ്റഡിനെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ മാത്രമാണ് ഇവർക്ക് ക്ലിക്സ് കിട്ടുക മീഡിയക്ക്. അതുകൊണ്ട് തന്നെ യുണൈറ്റഡിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഏതോ ഒരു ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സ് ആയിരിക്കും എപ്പോഴും വെളിയിലോട്ട് വരിക. അപ്പൊ ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ യുണൈറ്റഡിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ ചുറ്റിപ്പറ്റിയിട്ട് സ്പോട്ട് ലൈറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അവർ ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്താണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഗ്രീലിഷിനെ മാഞ്ചസ്റ്റർ സിറ്റി 100 മില്യൺ സൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രീലിഷ് ഒരു പരാജയമായിരുന്നു സിറ്റിയിൽ, അത് നമ്മൾക്ക് ആർക്കും എതിർപ്പില്ലാത്തൊരു കാര്യം പറയാൻ പറ്റും. പക്ഷെ അതാരും നോട്ടീസ് ചെയ്യില്ല, കാരണം പുള്ളിക്കാരൻ കളിക്കുന്ന സിറ്റിക്ക് വേണ്ടിയിട്ടും പെപ് ഗാർഡിയോള ട്രോഫീസ് അടിക്കുന്നതുകൊണ്ടും ആരും അത് നോട്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതേ സമയം ആന്റണിനെ സൈൻ ചെയ്തു, അതും ഏകദേശം 100 മില്യൺ ആണ്. ഗ്രീലിഷിന്റെ കുറച്ചുകൂടെ കൂടുതലാണ്, 100 മില്യൺ പൗണ്ട്സ് ആണ്. ഇവിടെ 100 മില്യൺ യൂറോസ് ഇൻക്ലൂഡിങ് ആഡ് ഓൺസ് ആണ്. പക്ഷെ എന്നാലും നമ്മൾക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ആന്റണി തിരിയുന്ന ഓരോ തവണയും, അതായത് കാലില് ബോൾ കൊണ്ട് തിരിയുമല്ലോ ആന്റണി, സ്പിൻ മാസ്റ്റർ. അപ്പൊ പുള്ളിക്കാരൻ തിരിയുന്നതോ അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചാലോ അത് ഭയങ്കരമായിട്ട് എന്താ പറയാ മീഡിയകളിലും മറ്റെല്ലാം ആഘോഷിക്കപ്പെടുകയാണ്. ഇതുകൊണ്ട് തന്നെ പ്ലേയേഴ്സിന് മേലെ വരുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. അപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കണമെങ്കിൽ സ്കില്ല് മാത്രം പോരാ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ മാത്രം പോരാ, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല മെന്റാലിറ്റി മോൺസ്റ്റേഴ്സ് ആയിരിക്കണം. അങ്ങനെയുള്ള പ്ലേയേഴ്സിന് മാത്രമാണ് ഈ ഒരു ക്ലബിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക, കാരണം അവർക്ക് അത്ര അറ്റൻഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനാണ് ഇനി മുന്നോട്ട് യുണൈറ്റഡ് സൈൻ ചെയ്യാൻ. പിന്നെ നമ്മൾ വേറൊരു കാര്യം എടുത്തു പറയാണ്, ഇത് ഞാൻ നടത്തിയ ചെറിയൊരു അനാലിസിസ് ആണ്, ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം ഒന്നല്ല. എന്നാലും നമ്മളൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ തവണ റൂബൻ അമോറിം ചാർജ് എടുത്തതിന് ശേഷം നമ്മൾ തോറ്റ മാച്ചസിൽ 5 മാച്ചുകളിൽ നമ്മൾ ഒപ്പോണന്റിനെക്കാളും കൂടുതൽ എക്സ്പി നമ്മൾക്കുണ്ടായിരുന്നു, ടീമിനുണ്ടായിരുന്നു. അതായത് നമ്മൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചാൻസ്. നമ്മൾ ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ ആ 5 മാച്ചസ് നമുക്ക് ജയിക്കാൻ പറ്റിയേനെ. ഇതൊരു ചെറിയ അനാലിസിസ് ആണ്, ഡീപ്പായിട്ടുള്ള ഒരു ഇതൊന്നുമല്ല. ഇത് ചുമ്മാ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഈ ഒരു 5 മാച്ച് നമ്മൾക്ക് ജയിച്ചിരുന്നെങ്കിൽ നമുക്ക് എക്സ്ട്രാ 15 പോയിന്റ് നേടാൻ പറ്റിയേനെ. നമ്മളുടെ ടോട്ടൽ പോയിന്റ് ടാലി എന്ന് പറയുന്ന 57 പോയിന്റ്, നമ്മൾ ഫിനിഷ് ചെയ്യേണ്ട സ്ഥാനം 9ാം സ്ഥാനം ആയേനെ. നമ്മളുടെ ഫിനിഷേഴ്സ് പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാരായിരുന്നെങ്കിൽ റാസ്മസ് ഹോയ്ലൻഡോ അല്ലെങ്കിൽ സെർസിക്കോ പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യാൻ ചാൻസസ് പറ്റിയിട്ടില്ല. റാസ്മസ് ഹോയ്ലൻഡും സെർസി മാത്രമല്ല, ഗാർനാച്ചോ മോശമായിരുന്നു, അതേപോലെ തന്നെ മേസൺ മൗണ്ട്, ഇവരൊക്കെ ഫിനിഷ് അറ്റാക്കേഴ്സ് എല്ലാവരും ഭയങ്കര മോശമായിരുന്നു. അഹമ്മദ് ഒഴികെ അല്ലെങ്കിൽ ബ്രൂണോ ഒഴികെ ബാക്കിയുള്ള അറ്റാക്കേഴ്സിന്റെ
കാര്യമെല്ലാം ഭയങ്കര മോശം തന്നെയായിരുന്നു കഴിഞ്ഞ സീസൺ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റിയിട്ടുള്ള ഒരു സംഭവം എവിടെയാണെന്ന് പറഞ്ഞാൽ സ്റ്റാൻസസ് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾക്ക് ഒരിക്കലും ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു 5 കളി നമ്മൾ തോറ്റു എന്ന് വെക്കാം. ഈ ഒരു 5 കളിയും നമുക്ക് പോയത് 15 പോയിന്റാണ്. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം യുണൈറ്റഡ് അവരുടെ അറ്റാക്കിംഗ് ലൈൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈനിങ്സ് നടത്താൻ തീരുമാനിച്ചത്. ഇപ്പം മുന്നേടെ ഉള്ള ട്രാൻസ്ഫർ വിൻഡോസിനെല്ലാം വ്യത്യസ്തമായിട്ട് ഇത്തവണ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെ റെഡിമെയ്ഡ് ആയിട്ട് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കാൻ പറ്റുന്ന താരങ്ങളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ സൈൻ ചെയ്തത് മാത്യൂസ് കുഞ്ഞ. ആൻഡ് മാത്യൂസ് കുഞ്ഞയുടെ സൈനിങ് എന്ന് പറയുന്നത് ആ ലെഫ്റ്റ് ഹാൻഡ് പൊസിഷൻ, അത് അവിടുത്തെ സ്റ്റാർട്ടറായിട്ട് കൂനിയനെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇനി വേണ്ടത് ഒരു റൈറ്റ് ഹാൻഡ് പൊസിഷനിലോട്ട് ഒരു സ്റ്റാർട്ടർ. അഹമ്മദിന് അവിടെ കളിക്കാൻ പറ്റും, പക്ഷെ അഹമ്മദിന്റെ കഴിഞ്ഞ സീസൺ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച പെർഫോമൻസുകളെല്ലാം വന്നിരിക്കുന്നത് റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിലാണ്. അദ്ദേഹം എത്ര നന്നായി ഡിഫെൻഡ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. ഡിഫൻസിൽ ഒരു ലയബിലിറ്റി ആവാൻ സാധ്യതയുണ്ട് അഹമ്മദിനെ റൈറ്റ് വിങ് ബാക്ക് കളിക്കുമ്പോൾ. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുടെ ഏറ്റവും നല്ല കളി, അത് ഏറ്റവും നല്ല പെർഫോമൻസുകളെല്ലാം വന്നിട്ടുള്ളത് റൈറ്റ് വിങ് ബാക്ക് കളിക്കുമ്പോഴാണ്. അമോറിം സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ റൈറ്റ് വിങ് ബാക്സ് ആ ഒരു നമ്മുടെ ലൈനായിട്ട് ടച്ച് ചെയ്തിട്ടും കുറച്ചുകൂടെ വൈഡായിട്ടാണ് കളിക്കുക. റൈറ്റ് എൻ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇൻസൈഡ് ഫോർവേഡിനെ പോലെയാണ് കളിക്കുക. അപ്പൊ അതുകൊണ്ട് ബോക്സിലോട്ട് അധികം കയറണം, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് സൈഡ് ആയിട്ടുള്ള മിഡിൽ പാർട്ട് ഒക്യുപ്പൈ ചെയ്യണം. ഇവിടെ അഹമ്മദ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് കുറച്ചുകൂടെ വിങ്ങിലോട്ട് കളിക്കുമ്പോഴാണ്. ഒരു നാച്ചുറൽ വിങ്ങറിനെ പോലെ ആ ഒരു സൈഡ് ലൈനിൽ കുറച്ചുകൂടെ പൊസിഷൻസ് ഒക്യുപ്പൈ ചെയ്ത് കളിക്കുമ്പോഴാണ് അഹമ്മദ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു ആട്രിബ്യൂട്ടിൽ അഹമ്മദിന് ഏറ്റവും നല്ലത് റൈറ്റ് വിങ് ബാക്ക് എന്നുള്ള പൊസിഷനിൽ കളിക്കുമ്പോഴാണ് ഈ സിസ്റ്റത്തിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആർട്ടനിലോട്ട് എംബൂമോനെ സൈൻ ചെയ്യുന്നത്. അതൊരു സ്റ്റാർട്ടറായിട്ട് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് നെഗോസിയേഷൻസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന റിപ്പോർട്ട്സുകളെല്ലാം പ്രകാരം നമ്മൾ ഇപ്പോഴും ബ്രെൻഫോർഡായിട്ട് കോൺവെർസേഷൻസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഡ് ഓൺസിന്റെയും പിന്നെ എമൗണ്ട് എത്ര ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നത്, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ വരുന്ന റിപ്പോർട്ട്സ്. ഫാബ്രിസിയോ റൊമാനോ ആണെങ്കിലും ഡേവിഡ് ഓൺസ്റ്റൈൻ ആണെങ്കിലും യുണൈറ്റഡിന്റെ തന്നെ ഒരു ഫാൻ ചാനലുണ്ട്, യുണൈറ്റഡ് മാർക്കറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്, കുറച്ച് റിലയബിൾ ആണ്. അവർ പറയുന്നതും എല്ലാം ഈ ഒരു ഇതിലാണ്. ഇപ്പോൾ ബെൻ ജേക്കബ്സ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഭയങ്കരമായിട്ട് റിലയബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജേർണലിസ്റ്റ് ആണ്. പുള്ളി പറയുന്നതും എല്ലാം ഇത് തന്നെയാണ്. ടോക്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഡ് ഓൺ സ്ട്രക്ചറിലും ഇൻസ്റ്റാൾമെന്റ് സ്ട്രക്ചറിലെല്ലാം ചെറിയൊരു വ്യത്യാസം നിൽക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് ബിഡ് ഇട്ടത് 62.5 മില്യൺ പൗണ്ടിന്റെയാണ്. അത് ഓൾമോസ്റ്റ് ബ്രെൻഫോർഡ് അക്സെപ്റ്റബിൾ ആയിരുന്നു. റിജക്ട് ചെയ്തെങ്കിലും അവരുടെ വാല്യുവേഷൻ അടുത്തെത്തിയിരുന്നു. അപ്പൊ ഇനി ഒരു തേർഡ് ബിഡ് വരികയാണെങ്കിൽ അത് മോസ്റ്റ്ലി അക്സെപ്റ്റ് ചെയ്യും. വാല്യുവേഷൻ മീറ്റ് ചെയ്താൽ ആ തേർഡ് ബിഡ് ഇടൂ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാണുന്ന റിപ്പോർട്ട്സ് എല്ലാം. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, അല്ലെങ്കിൽ നമ്മൾ ടോക്സ് അവസാനിക്കുന്നുള്ള രീതിയിൽ എവിടെയും റിപ്പോർട്ട്സ് വരുന്നില്ല. എംബൂമോനെ നമ്മൾ സൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അടുത്തത് യുണൈറ്റഡ് സൈൻ ചെയ്യാൻ നോക്കുന്നത് ഒരു സ്ട്രൈക്കറാണ്. സ്ട്രൈക്കർ മാർക്കറ്റ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം അത്രയ്ക്ക് മികച്ച സ്ട്രൈക്കർമാരാരും, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് എക്സ്പ്ലോസീവ് പവറുള്ള രണ്ട് സ്ട്രൈക്കേഴ്സ് ആണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വിക്ടർ യോക്കറസ്, പിന്നെ ഒന്ന് വിക്ടർ ഒസിമൻ ആയിട്ട് യുണൈറ്റഡ് ടോക്സ് നടത്തി എന്നുള്ള റിപ്പോർട്ട്സ് നമ്മൾ കണ്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വേജ് ഒരുപാട് കൂടുതലായതുകൊണ്ട് യുണൈറ്റഡ് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതോ അവർക്ക് നൽകാൻ താല്പര്യമില്ലാത്തോ, യുണൈറ്റഡ് വേജ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യം ഇനിയോസ് ചാർജ് എടുത്തപ്പോൾ തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ഹ്യൂജ് വേജസിൽ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ ഇനിയോസിന് താല്പര്യമില്ലാത്തതുകൊണ്ടും വേജസ് കുറയ്ക്കാൻ ഒസിമന് താല്പര്യമില്ലാത്തതുകൊണ്ടും ആ ഒരു ഡീല് മുന്നോട്ട് പോകില്ല എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. വിക്ടർ യോക്കറസിന് പിന്നെ ഫസ്റ്റ് തൊട്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ താല്പര്യമുണ്ട്. നമ്മള് UEL ഫൈനൽ തോറ്റത് കൊണ്ടും 15ാം സ്ഥാനത്ത് പോയി നമ്മുടെ ലീഗ് അവസാനിച്ചത് കൊണ്ടും നമ്മൾക്ക് UCL പൊസിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ യുണൈറ്റഡിന് യോക്കറസ് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. പ്രയോറിറ്റി കൊടുക്കുന്നത് ആർസണലിനാണ്. ആർസണലിനെ സൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മേ ബി ഈ ഒരു ഭാഗത്തോട്ട് തല ചായ്ച്ചേക്കാം. അത് നമ്മൾക്ക് കണ്ടു തന്നെ അറിയണം. യുണൈറ്റഡ് അഫ്കോഴ്സ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. റൂബൻ അമോറിമിന്റെ അണ്ടറിൽ കളിച്ച് ശീലമുള്ളൊരു സ്ട്രൈക്കറാണ്. അതുകൊണ്ട് തന്നെ മേ ബി
യോഗരസ് അവൈലബിൾ ആവുകയാണ് എന്നുള്ള ഒരു കട്ട് പ്രൈസിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ട്രൈ ചെയ്യും. പിന്നെ ബാക്കി വന്നിട്ടുള്ള റൂമേഴ്സ് വന്നത് സെസ്കോ ആണ്. പക്ഷെ സെസ്കോ ആയിട്ട് നമ്മൾക്ക് ഒരിക്കലും ഡീൽ, എനിക്ക് തോന്നുന്നു അതും £80 മില്യൺ അല്ലെങ്കിൽ £90 മില്യൺ ഡീലായിരിക്കും. മേ ബി 70 മില്യൺ വരെ അതായിരിക്കണം ഏറ്റവും മിനിമം പ്രൈസ്. അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു യങ് പ്രോസ്പെക്ടിന് ഇത്രയും വീണ്ടും യുണൈറ്റഡ് ഒരു £70 മില്യൺ ബിഡ് ചെയ്യുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടു തന്നെ അറിയാം. പിന്നെ വേറെ സ്ട്രൈക്കേഴ്സിന്റെ പേര് ഒന്ന് കേട്ടത് എക്കിറ്റിക്കയാണ്. പുള്ളിക്കാരൻ്റെയും ഇത് എന്ന് പറഞ്ഞാൽ ഹൈ പ്രൈസ് ആണ്, ഒരു യങ് പ്രോസ്പെക്ട് ആണ്. അപ്പോൾ പുള്ളിക്ക് വേണ്ടി ഇത്രയും വലിയൊരു എമൗണ്ട് യുണൈറ്റഡ് ബിഡ് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയാം. പിന്നെ വർഷങ്ങളായി യുണൈറ്റഡ് ഓവർലുക്ക് ചെയ്തിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് മിഡ്ഫീൽഡാണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഈ അമോറും കളിക്കുന്ന 3-4-2 പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ 2 മിഡ്ഫീൽഡേഴ്സ് ആണ് ആവശ്യം. അപ്പൊ ഈ ഒരു പൊസിഷന് വേണ്ടി ഇപ്പോൾ നിലവിലുള്ളത് കൂനിയ എംബുമോനെ സൈൻ ചെയ്യുന്നത് കൊണ്ട് ബ്രൂണോ ഡീപ്പായിട്ട് കളിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഈ ഒരു 2 മിഡ്ഫീൽഡ് പൊസിഷനിൽ ഒന്ന് ബ്രൂണോ സ്റ്റാർട്ട് ചെയ്യാണ്, അതായത് ഫിറ്റ് ആണ്. ബ്രൂണോ ഓൾമോസ്റ്റ് എല്ലാ മാച്ചസും ഫിറ്റ് തന്നെ ആയിരിക്കും. അപ്പൊ അദ്ദേഹം ഫിറ്റ് ആണ്, അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമെങ്കിൽ ഒരു പൊസിഷൻ ബ്രൂണോ ആയിരിക്കും. വേറൊരു പൊസിഷന് വേണ്ടി ഇപ്പോൾ നിലവിലുള്ളത് കസമീറോ, ഉഗാർട്ടെ, കോബി മൈനു, ഈ 3 പ്ലേയേഴ്സ് ആണ്. പിന്നെ ടോബി കൊല്ലിയർ ഉണ്ട്, പക്ഷെ പുള്ളിക്കാരൻ ലോണിന് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ അക്കാഡമിയിൽ നിന്ന് ആരെങ്കിലും സൈൻ ചെയ്യുമെന്നുള്ളതുമാണ്. പിന്നെ കേട്ടുവരുന്ന പേരുകളിലൊന്ന് അമോറിം ആവശ്യപ്പെട്ടത് ഒരു ഫിസിക്കലി എനർജറ്റിക് നമ്പർ 8-നെയാണ്. അങ്ങനെ ഒരു എനർജറ്റിക് നമ്പർ 8-ന്റെ പേരായിട്ട് കേട്ടിട്ടുള്ളത് അറ്റ്ലാന്റയുടെ എഡേഴ്സൺ ആണ് ഒന്ന്, പിന്നെ പാൽമേറസ് എന്നുള്ള റിച്ചാർഡ് റിയോസ്. ഈ 2 പേരുകളാണ് ഇപ്പോൾ മെയിൻലി കേൾക്കാൻ പോകുന്നത്. പിന്നെ മിഡിൽസ്ബ്രോവിന്റെ ഹാഗ്നിയുടെ പേരിടയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഇയാളുടെ പേരും കേട്ടിരുന്നു, ജോബ് ബെല്ലിംഗം. പക്ഷെ ജോബ് ബെല്ലിംഗത്തിനെ ബൊറൂസിയ ഡോർട്ട്മുണ്ട് സൈൻ ചെയ്തു. അതുകൊണ്ട് ഹാഗ്നിയുടെ പേര് ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ മെയിനായിട്ട് മിഡ്ഫീൽഡിൽ നിന്ന് കേട്ട് വരുന്നത്. അപ്പോൾ പ്രയോറിറ്റി ഇങ്ങനെ ആയിരിക്കും: എംബുമോയുടെ സൈനിങ് കംപ്ലീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സ്ട്രൈക്കറെ സൈൻ ചെയ്യുക, അത് കഴിഞ്ഞ് പ്ലെയേഴ്സിനെ സെല് ചെയ്യണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. യുണൈറ്റഡിൻ്റെ ആക്ച്വലി ഇപ്പോൾ അധികം പൈസ ഇല്ല, ക്രെഡിറ്റ് ഉണ്ട്, അതായത് കടമെടുക്കാൻ ഇനിയും ഒരു 100 മില്യൺ കടമെടുക്കാൻ പറ്റും. പക്ഷെ വീണ്ടും അത് ഡെപ്റ്റിലോട്ട് ആഡ് ആവുന്നത് കൊണ്ട് തന്നെ ഇനിയോസിന് അത് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ കടമെടുക്കാതെ പ്ലെയേഴ്സിനെ സെല് ചെയ്തിട്ട് വേണം ഇനി ബാക്കിയുള്ള പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എംബോമോന്റെ സൈനിങ്ങിന് ശേഷം പിന്നെ കൂടുതലും സെല്ലിങ്ങിലോട്ടായിരിക്കും ഫോക്കസ് ചെയ്യുക. അപ്പോൾ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മെയിനായിട്ട് നിൽക്കുന്ന പ്ലെയേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ റാഷ്ഫോർഡ് ഉണ്ട്, ആന്റണി ഉണ്ട്, സാൻചോ ഉണ്ട്, ഗാർനാച്ചോ ഉണ്ട്. 4 പേരും വിങ്ങേഴ്സാണ്, അറ്റാക്കേഴ്സാണ്. ഇത് കൂടാതെ മലാസിയ ഉണ്ട്, രാസ്മസ് ഹോയ്ലൻഡ് ഉണ്ട്, അതേപോലെ ഒനാനന്റെ ചെറിയ ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ നമ്മൾ ഓരോ ആൾക്കാരുടെ കേസായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ റാഷ്ഫോർഡിന്റെ കേസ് എന്ന് പറയുന്നത് ആൾക്ക് കളിക്കേണ്ടത് ഒരു ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് യൂറോപ്യൻ ടീം ആയിരിക്കണം. പ്രിഫർ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇംഗ്ലണ്ട് ആണ്. നമ്പർ 1 ചോയ്സ് എന്ന് പറയുന്നത് ബാർസയാണ്. പക്ഷെ ബാർസയുടെ നമ്പർ 1 ചോയ്സ് അല്ല റാഷ്ഫോർഡ്. നിക്കോ വില്യംസ് ആയിരുന്നു. നിക്കോ വില്യംസ് പുതിയൊരു ഡീല് സൈൻ ചെയ്തതോടെ അവരുടെ ടാർഗറ്റ് ലൂയിസ് ഡിയാസിലോട്ട് മാറിയിട്ടുണ്ട്. ലിവർപൂളായിട്ടുള്ള നെഗോസിയേഷൻസ് എങ്ങനെയാവും അറിയില്ല. ബയൺ എൻക്വയറി ചെയ്തപ്പോൾ ലൂയിസ് ഡിയാസ് ഈസ് നോട്ട് ഫോർ സെയിൽ എന്നാണ് ലിവർപൂളിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ലിവർപൂൾ മാക്സിമം എമൗണ്ട് ലൂയിസ് ഡിയാസിന്റെ സെയിലിൽ നിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരവിടെ ഒരു ബിഡിങ് വാർ ഉദ്ദേശിക്കുന്നുണ്ടാവും. ബാർസ ആണെങ്കിലും ബയൺ ആണെങ്കിലും, അല്ലെങ്കിൽ സൗദിയിൽ നിന്നും ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിയിട്ടായിരിക്കും ലിവർപൂള് ഡിയാസിനെ സൈൻ ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഡിയാസ് അവൈലബിൾ അല്ലെങ്കിലായിരിക്കും ബാർസ റാഷ്ഫോർഡിലോട്ട് വരുന്നത്. പിന്നെ ബാർസയ്ക്ക് അറിയാം യുണൈറ്റഡിന് റാഷ്ഫോർഡ് ഒരു സർപ്ലസ് റിക്വയർമെന്റ് ആണ്, ഒരു സർപ്ലസ് പ്ലെയർ ആണെന്നുള്ളതും. റാഷ്ഫോർഡിനും ഇനി കളിക്കാൻ താല്പര്യമില്ല, റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ബ്രോക്കൺ എന്നുള്ള കാര്യം ബാർസയ്ക്ക് അറിയുന്നുണ്ട്. ബാർസ കൂടുതലും ഒരു ലോൺ ഡീലിന് വേണ്ടി ശ്രമിക്കും. പിന്നെ റാഷ്ഫോർഡ് ഡെസ്പറേറ്റ് ആണ് ബാർസയിലോട്ട് പോകാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹം വേജ് കട്ടിനും എല്ലാത്തിനും റെഡിയാണ്. പക്ഷെ അത് നമ്മൾക്ക് കണ്ടു തന്നെ അറിയണം, ഇപ്പോ കാര്യമായിട്ടുള്ള നെഗോസിയേഷൻസ് ഒന്നും ക്ലബ് ടു ക്ലബ് നടക്കുന്നില്ല.
പ്ലെയറുടെ സൈഡിലും ബാർസ റാഷ്ഫോർഡിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് കോൺടാക്ട് ചെയ്ത ന്യൂസുകളോ അധികം കേൾക്കുന്നില്ല. ഇപ്പൊ വരുന്ന ന്യൂസുകളെല്ലാം പ്ലെയറിന്റെ സൈഡിൽ നിന്ന് മാത്രമാണ്, റാഷ്ഫോർഡിന്റെ സൈഡിൽ നിന്ന് മാത്രമുള്ള ന്യൂസുകളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. പിന്നെ നോക്കാനുള്ളത് ആന്റണിയുടെ കേസാണ്. ആന്റണി കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആന്റണിയുടെ മേൽ കാണിച്ചത് റയൽ ബെറ്റിസ് മാത്രമാണ്. പക്ഷെ റയൽ ബെറ്റിസ് ഓൾറെഡി അവർ സെയിൽ നടത്തിയിട്ട് അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. എന്നാൽ പോലും ആന്റണിക്ക് വേണ്ടി യുണൈറ്റഡ് ചോദിക്കുന്ന 30 മില്യൺ അല്ലെങ്കിൽ 40 മില്യൺ ആണ്, 40 മില്യൺ യൂറോസ്, അത് കൊടുക്കാൻ അവർ റെഡിയല്ല. 20 മില്യൺ യൂറോസ് കൊടുത്ത് 50% ഓണർഷിപ്പ്, അതായത് സെൽ ഓൺ ക്ലോസ് പോലെ 15% ഓണർഷിപ്പ് യുണൈറ്റഡിന്റെ ഭാഗത്ത് നിർത്തുന്ന രീതിയിലുള്ള ഒരു ഡീലാണ് റയൽ ബെറ്റിസ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഇതിന് യുണൈറ്റഡ് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി നമ്മൾ വിൻഡോന്റെ അവസാനം എത്തിയിട്ട് ആന്റണിനെ സെല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മേ ബി ഈ ഒരു ഇതിലോട്ട് പോകുമായിരിക്കും. ആന്റണിക്ക് ഇനിയും ഓഫേഴ്സ് വന്നാൽ മേ ബി അത്ലറ്റിക്കോ മഡ്രിഡോ അങ്ങനെ ഏതൊരു ഒരു ക്ലബ്ബ് വരികയാണെങ്കിൽ കുറച്ചുകൂടെ പ്രതീക്ഷ ഉണ്ടാവും ആ സെയിലില്. സാൻചോന്റെ കേസ് പിന്നെ പറയുകയാണെങ്കിൽ ചെൽസി ആയിട്ടുള്ള നെഗോസിയേഷൻസ് കംപ്ലീറ്റ്ലി പുള്ളിക്കാരൻ വേണ്ടാന്ന് വെച്ച് വേജ് കുറയ്ക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നെ ഇപ്പൊ കേട്ട് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് യുവന്റസ് ആയിട്ടുള്ള നെഗോസിയേഷൻസ് മാത്രമാണ്. യുവന്റസിന് യുണൈറ്റഡ് പറയുന്ന ഈ 25 മില്യൺ പൗണ്ട് അത് യുവന്റസിന് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ് റിപ്പോർട്ട്സ് വരുന്നത്. പക്ഷെ സാൻജോന് ഇപ്പൊ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേജ് അത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ യുണൈറ്റഡ് അത് പേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സാൻജോ വേജ് കൊടുക്കണം. ആ ഒരു വേജ് കുറയ്ക്കുന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട്സുകൾ അത്ര റിലയബിൾ ആയിട്ടുള്ള ഇപ്പൊ ആരും പറഞ്ഞിട്ടില്ല. അതും ഒരു എന്താ പറയാ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ ഉള്ള റിപ്പോർട്ട്സ് എവിടെയും ഇല്ല. സെല്ലിംഗ് ഫ്രണ്ടിൽ യുണൈറ്റഡ് പണ്ടേ വീക്കാണ്. അപ്പൊ അതും കുറച്ച് കഷ്ടമുള്ള ഒരു കാര്യമാണ് സാൻജോ സെയിലാവുന്നതും ഇതെല്ലാം. ഗാർനാച്ചോന്റെ കേസ് ആണെങ്കിൽ പുള്ളിക്കാരന് ഇംഗ്ലണ്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു മൈൻഡാണ്. അതുകൊണ്ട് തന്നെ ചെൽസിയിൽ നിന്നുള്ള ഓഫറും എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കണം പുള്ളി നിൽക്കുന്നത്. ചെൽസി ഇപ്പോൾ നോനി മഡുവെക്കിനെ ആർസണൽ സൈൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്ക്വാഡിൽ ഒരു സ്പേസ് വരും, ഒരു വിങ്ങർക്കുള്ള ഫണ്ടും അവർക്ക് അവൈലബിൾ ആവും. അങ്ങനെയാണെങ്കിൽ മേ ബി അവരൊരു കാരണവശാലും വേണ്ടി ഒരു ബിഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ നാപ്പോളിയുടെ സൈഡിൽ നിന്നാണ് വേറെ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ നാപ്പോളി ഇതുവരെ ബിഡ് ചെയ്തിട്ടില്ല. ജാനുവരിയിൽ അവര് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിരുന്നു. പക്ഷെ എന്നാലും യുണൈറ്റഡ് അവര് ബിഡ് ചെയ്ത എമൗണ്ട് അത്ര സാറ്റിസ്ഫൈയിങ് ആയിരുന്നില്ല യുണൈറ്റഡ് മാനേജ്മെന്റിന്. അതുകൊണ്ട് തന്നെ അത് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 50 മില്യൺ യൂറോസ് എന്തായിരുന്നു ബിഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യുണൈറ്റഡിന്റെ ആസ്കിംഗ് പ്രൈസ് എനിക്ക് തോന്നുന്നത് 70 മില്യൺ യൂറോസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചെൽസി ആയിരിക്കണം കുറച്ചുകൂടെ കാരണവശാലും നേരെ ഇൻട്രസ്റ്റ് കാണിച്ച് വരേണ്ട ഒരു ടീം. ജാനുവരിയിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ആസ്കിംഗ് പ്രൈസ് കുറച്ച് കൂടുതലായതുകൊണ്ട് അവർ ആ ഒരു ഇതൊന്നും മുന്നോട്ട് പോയില്ല. നമ്മൾക്ക് ഇതും കണ്ടു തന്നെ അറിയണം. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ടൈറൽ മലാസിയ സെൽറ്റിക് ലിങ്ക്സ് ആണ്. പക്ഷെ ടൈറൽ മലാസിയയുടെ ഇതെന്താന്ന് പറഞ്ഞാൽ വെറും 3 മില്യൺ പൗണ്ട് യുണൈറ്റഡ് ചോദിക്കുന്നുള്ളൂ എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ട്സ് വന്നിട്ടുള്ളത്. പക്ഷെ അവരിപ്പോ തന്നെ സെൽറ്റിക് ആർസണലിന് ടിരനിനെ സൈൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ ഡീല് മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഒനാനയുടെ കേസ് പറയുകയാണെങ്കിൽ സൗദിയിൽ നിന്നും വലിയ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല. യുണൈറ്റഡ് ഒനാനെ മൂവ് ഓൺ ചെയ്യണമെന്നുള്ള റിപ്പോർട്ട്സും ഇല്ല. അതേപോലെ തന്നെ എസ് മൊണാക്കോ ആണ് പിന്നെ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചത്. ഇൻട്രസ്റ്റ് അല്ല, എസ് മൊണാക്കോയുടെ പേരാണ് പ്ലെയറായിട്ട് ലിങ്ക്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അതും വലിയ അഡ്വാൻസ്ഡ് ആയിട്ട് എവിടെയും ഇല്ല. ബയൻഡറും അതേപോലെ എൻ്റെ ഒന്നും എവിടെയും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ റാസ്മസ് ഹോയ്ലൻഡ് ആണ് അടുത്തൊരു പ്ലെയർ. പക്ഷെ പുള്ളിക്കാരന്റെ കേസ് എന്താന്ന് പറഞ്ഞാൽ ആകെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് വന്നിട്ടുള്ള ടീം ഇന്റർ മിലാൻ ആയിരുന്നു. അവർ ലോൺ ഡീലിന് വേണ്ടിയിട്ടായിരിക്കും നോക്കുന്നുണ്ടാവുക. അതും യുണൈറ്റഡിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. യുണൈറ്റഡ് ഒരു കംപ്ലീറ്റ് സെയിലിനായിരിക്കും ശ്രമിക്കുക. റാസ്മസിനും യുണൈറ്റഡ് വിട്ട് പോകണം എന്നുള്ള രീതിയിലില്ല. ഇപ്പൊ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ പോലും എനിക്ക് റാസ്മസ് ഹോയ്ലൻഡ് ഭയങ്കര മോശം പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിലെങ്കിലും ആദ്യത്തെ സീസണിൽ പ്രീമിയർ ലീഗിൽ 10 ഗോൾ അടിക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ്. അപ്പൊ പുള്ളിക്കാരനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വിശ്വസിച്ച്, എനിക്ക് തോന്നുന്നു അറ്റാക്ക് ലീഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഒരു എക്സ്പീരിയൻസ് സ്ട്രൈക്കറെ കൂടി യുണൈറ്റഡ് സൈൻ ചെയ്യുക. ഇപ്പൊ ഒലേ വാട്കിൻസ് ആക്ച്വലി നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ആസ്റ്റൺ വില്ല എത്ര പ്രൈസ് പറയുന്നുള്ളതിനനുസരിച്ചിട്ടാണ്. 30 to 40 മില്യൺ ആണെങ്കിൽ അതൊരു നല്ല ഡീലായിരിക്കും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു 10+ ഗോൾസ് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ
റാസ്മസ് ഹോയിലൻഡിൽ നിന്ന് ലോഡ് കുറച്ച് കുറയ്ക്കാനും പറ്റും. അങ്ങനെ ഒലി വാട്കിൻസിനെ സൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യുണൈറ്റഡിന് നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു എംബുമോനെ നമ്മൾ സൈൻ ചെയ്യുകയാണെങ്കിൽ എംബുമോക്ക് ആ ഒരു ഡൈനമിക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഒലി വാട്കിൻസ് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഡൈനമിക് വർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. ആ ഒരു സൈനിങ് നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു റാസ്മസ് ഹോയിലൻഡിനെ നമുക്ക് ക്ലബിൽ വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. ഒരു യങ് സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ ഒരു നല്ലൊരു ബെഞ്ച് ഓപ്ഷൻ ആയിരിക്കും. ചില മാച്ചസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. പുള്ളിക്കാരന് ഓവർ പ്രഷർ ഉണ്ട്, കോൺഫിഡൻസ് ഇപ്പോൾ ഭയങ്കര ലോ ആയിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ തന്നെയാണ് റാസ്മസ് ഹോയിലൻഡ്. അപ്പോൾ അത് കണ്ടു തന്നെ അറിയണം അത് എത്രമാത്രം എങ്ങനെ അത് ആ ഒരു ഡീല് പ്രോഗ്രസ് ചെയ്യുന്നുള്ളതോ, ഇനി നമ്മൾ സെല് ചെയ്യോ അതോ ലോണിൽ കൊടുക്കാൻ നമ്മൾ റെഡിയാണോ, ഇന്റർ മിലാനിൽ ഒരു ഒബ്ലിഗേഷൻ ക്ലോസ് എല്ലാം വെച്ച് നമ്മൾ സെല് ചെയ്യാൻ റെഡി ആവുമോ എന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയണം. ഇപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ യുണൈറ്റഡിനെ ചുറ്റിപ്പറ്റി വരുന്ന റിപ്പോർട്ടുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. എല്ലാവരും ഈ ഒരു എപ്പിസോഡ് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള മറ്റും ഇനിയുള്ള ക്ലബ്ബുകളെ കുറിച്ചും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും എപ്പിസോഡുകൾ ചെയ്യാനാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ ഇത് മുന്നോട്ട് പോട്ടെ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതേപോലെ വേറൊരു ക്ലബിന്റെ ട്രാൻസ്ഫർ അനാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ന്യൂസുമായിട്ടും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള യൂറോപ്യൻ ഫുട്ബോളിനെ കവർ ചെയ്തിട്ടുള്ള അടുത്തൊരു പോഡ്കാസ്റ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, നമ്മളെ അറിയിക്കുക, ഇതെല്ലാം ചെയ്യുക. നമ്മൾ അടുത്ത എപ്പിസോഡിൽ തിരിച്ചു വരുന്നതായിരിക്കും. ഗുഡ് ബൈ.